ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരവിന്ദാക്ഷൻ. ഞാൻ നിങ്ങളെ ഏവരെയും നമ്മുടെ യൂട്യൂബ് ചാനലായ അരവീസ് ഈസി ലേണിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് പൈത്തഗോറസ് സിദ്ധാന്തം എന്താണെന്ന് നോക്കാം. ഈ പൈത്തഗോറസ് സിദ്ധാന്തം പൈത്തഗോറസ് എന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത് കേട്ടോ. ഈ പൈത്തഗോറസ് സിദ്ധാന്തം മട്ടത്രികോണത്തെക്കുറിച്ചുള്ളതാണ്. മട്ടത്രികോണം പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ ഈ മട്ടത്രികോണം പൈത്തഗോറസ് സിദ്ധാന്തം നമുക്ക് പലതരം ത്രികോണങ്ങൾ അറിയാം. ഇതിൽ മട്ടത്രികോണത്തിനെ മാത്രം ബാധിക്കുന്നതാണ് പൈത്തഗോറസ് സിദ്ധാന്തം. ഇനി എന്താ ഈ മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? മട്ട എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഒരു ത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രി ആയാൽ അല്ലെങ്കിൽ മട്ടകോണായാൽ ആ ത്രികോണത്തിനാണ് നമ്മൾ മട്ടത്രികോണം എന്ന് പറയുക. നമുക്ക് ത്രികോണം ഇങ്ങനെയാണ് നമുക്കറിയാം അല്ലേ? ത്രികോണം പറഞ്ഞാൽ 3 വശങ്ങളും 3 കോണുകളുള്ളതാണ്. 3 വശങ്ങളും 3 കോണുകളുണ്ട്. ഇതിലത്തെ ഒരു കോൺ 90 ഡിഗ്രി ആയ അല്ലെങ്കിൽ മട്ടകോണായ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മട്ടത്രികോണം. അപ്പോൾ ഇതൊരു ഏകദേശ രൂപമാണ് മട്ടത്രികോണത്തിൻ്റെ. നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയ ഇത് കോണിനെയാണ് ഇങ്ങനെ അടയാളപ്പെടുത്തുക കേട്ടോ. ഇങ്ങനെ അടയാളപ്പെടുത്തിയ കോണാണ്. അതിങ്ങനെ ഇങ്ങനെ വളയ്ക്കാണ്ട് അടയാളപ്പെടുത്തിയ 90 ഡിഗ്രി എന്നർത്ഥം. അപ്പോൾ ഈ കോണ് 90 ഡിഗ്രി. ഏത് ത്രികോണത്തിൻ്റെ പേരെന്താ? ABC അല്ലേ? അതിൽ കോൺ A 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രിയുടെ എതിർഭാഗത്തുള്ള വശം, 90 ഡിഗ്രിയുടെ എതിർഭാഗത്തുള്ള വശത്തെയാണ് നമ്മൾ കർണം എന്ന് പറയുക. കർണത്തിന് ഇംഗ്ലീഷിൽ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയും. ഈ കർണത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മട്ടത്രികോണത്തിലെ ഏറ്റവും നീളം കൂടിയ വശം കർണമായിരിക്കും. മട്ടത്രികോണത്തിലെ ഏറ്റവും നീളം കൂടിയ വശം കർണം, ഏറ്റവും നീളം കൂടിയ വശമാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയുടെ എതിർഭാഗത്തുള്ള വശമാണ് കർണം. നമ്മൾ ഇനി അവശേഷിക്കുന്ന 2 വശങ്ങളുണ്ടല്ലോ, ഈ വശങ്ങളെ നമ്മൾ പാദം, ലംബം എന്ന് പറയും. 2 വശങ്ങൾ. പാദത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ബേസ് എന്ന് പറയും, ലംബത്തിന് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. അടുത്തതായിട്ട് നമുക്ക് എന്താണ് പൈത്തഗോറസ് സിദ്ധാന്തം എന്ന് നോക്കാം. ഒരു മട്ടത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങളുടെ നീളങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് മട്ടത്രികോണത്തിന് മാത്രമേ ബാധകമാവുള്ളൂ. ഏത്? പൈത്തഗോറസ് സിദ്ധാന്തം അല്ലേ? അപ്പോൾ സിദ്ധാന്തം ഇതാണ്. മട്ടത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങൾ. ഏതൊക്കെ ചെറിയ 2 വശങ്ങൾ? പാദവും ലംബവും അല്ലേ? ഇത് ഏറ്റവും നീളം കൂടിയ വശമാണ്. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങൾ, ഈ 2 വശങ്ങൾ അതിൻ്റെ നീളങ്ങളുടെ വർഗ്ഗങ്ങൾ. അപ്പോൾ ഈ 2 വശങ്ങളുടെ സ്ക്വയർ കണ്ട് തുക കൂട്ടിയാൽ, ഈ ചെറിയ 2 വശങ്ങളുടെ സ്ക്വയർ കണ്ട് കൂട്ടിയാൽ അത് മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് പൈത്തഗോറസ് സിദ്ധാന്തം. മട്ടത്രികോണത്തിലത്തെ ചെറിയ 2 വശങ്ങളുടെ എന്ത് കാണുക? സ്ക്വയർ കാണുക, എന്നിട്ട് കൂട്ടുക. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ. അതവിടെ ഇരിക്കട്ടെ. അതുപോലെ കർണത്തിൻ്റെ നീളം ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്വയർ കാണുക. എന്നിട്ട് ഈ ആദ്യത്തെ ഉത്തരവും രണ്ടാമത്തെ ഉത്തരവും, അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, കർണം സ്ക്വയർ, ഇത് രണ്ടും പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അത് രണ്ടും കണ്ട് കൂട്ടിയതും കർണം സ്ക്വയറും തുല്യമാണെങ്കിൽ ഇതാണ് തുല്യമായിരിക്കും. ഇതാണ് മട്ടത്രികോണം. അങ്ങനെ തുല്യമാണെങ്കിൽ അത് മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൽ അത് തുല്യമായിരിക്കും. ഇതാണ് പൈത്തഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്ത് പറയാം നമുക്ക്? പാദം സ്ക്വയർ അല്ലെങ്കിൽ AB സ്ക്വയർ അല്ലേ? AB സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അതായത് AC സ്ക്വയർ സമമായിരിക്കും എന്ത്? കർണം സ്ക്വയർ. എന്താ പേരെന്താ? PC സ്ക്വയർ അല്ലേ? അപ്പോൾ AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ, AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു BC സ്ക്വയർ. ഇതാണ് എന്ത്? പൈത്തഗോറസ് സിദ്ധാന്തം. ഈ പൈത്തഗോറസ് സിദ്ധാന്തം ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രസ്താവിക്കുക കേട്ടോ. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 സ്മോളർ സൈഡ്സ് വിൽ ബി ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണത്തിൽ തുക എന്തിൻ്റെ? സ്ക്വയേഴ്സ് ഓഫ് 2 സ്മോളർ സൈഡ്സ്, 2 സ്മോളർ സൈഡ്സ് ഇല്ലേ, ചെറിയ 2 വശങ്ങൾ, അതായത് പാദവും ലംബവും, അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ കണ്ട അത് ഏതിന് തുല്യമായിരിക്കും? വിൽ ബി ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ്. ലോങ്ങസ്റ്റ് സൈഡിൻ്റെ അതായത് കർണം ഹൈപ്പോട്ന്യൂസ് അതിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്ത്? പൈത്തഗോറസ് തിയറം. ഇനി നമുക്ക് ഈ പൈത്തഗോറസ് സിദ്ധാന്തം സൂത്രവാക്യ രൂപത്തിലാണ് കേട്ടോ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂടി കൂട്ടിയാൽ അത് കർണം സ്ക്വയറിന് തുല്യമായിരിക്കും. ഇതിന്ന് നമുക്ക് എങ്ങനെ കർണം കാണുക? കർണം സ്ക്വയർ ഇതാണ്. അപ്പോൾ കർണം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി അല്ലേ? അപ്പോൾ കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതുപോലെ
പാദം സ്ക്വയറും ലംബ സ്ക്വയറും കൂട്ടിയ കർണ സ്ക്വയറിനോട് തുല്യമായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും വലുത് കർണാണല്ലോ. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒന്ന് കാണണമെങ്കിലോ കുറച്ചാൽ മതി. ഇത് രണ്ടും കൂടി കൂട്ടിയ കർണ സ്ക്വയർ കിട്ടും. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? കർണത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റേത് കുറച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പാദം സ്ക്വയർ കാണണം ഇരിക്കട്ടെ. പാദം സ്ക്വയർ സമം എന്തായിരിക്കും? കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. അപ്പോൾ പാദം എങ്ങനെ കാണുക? റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. അതുപോലെ നമുക്ക് ലംബം സ്ക്വയർ കാണണം ഇരിക്കട്ടെ. ലംബം സ്ക്വയർ അപ്പോൾ എന്ത് ചെയ്യും? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ? ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പോൾ ലംബം എങ്ങനെ കാണും? അതിൻ്റെ റൂട്ട് കാണാം. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. നമുക്കൊരു 3 കണക്ക് നോക്കാം കേട്ടോ. 3 ചോദ്യങ്ങൾ. ഒരു മട്ടത്രികോണത്തിൻ്റെ പാദം 3 സെൻറ്റിമീറ്റർ, ലംബം 4 സെൻറ്റിമീറ്റർ, കർണം എത്ര? In a right triangle, base is 3 cm, altitude is 4 cm, find its hypotenuse. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മട്ടത്രികോണാണ് അല്ലേ? എൻ്റെ പാദമുണ്ട്, ലംബമുണ്ട്, കർണം കാണണം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് സൂത്രവാക്യം പഠിച്ചു. കർണം കാണാൻ എന്താ സൂത്രവാക്യം? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതിന് വില കൊടുക്കുക. റൂട്ട് ഓഫ് എത്ര? പാദവും ലംബവും 3ഉം 4ഉം അല്ലേ? അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ 3 9 പ്ലസ് 4 സ്ക്വയർ 4 16 കൂട്ടുമ്പോൾ റൂട്ട് ഓഫ് 25 എന്ന് വരും. 25 റൂട്ട് 5. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പാദവും ലംബവും തന്നിട്ട് കർണം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കൂ. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 25 സെൻറ്റിമീറ്റർ, പാദം 20 സെൻറ്റിമീറ്റർ, ലംബം കാണണം അല്ലേ? കർണവും പാദവും തന്നു, ലംബം കാണണം. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ, ഹൈപ്പോട്ട്ന്യൂസ് ഈസ് 25 സെൻറ്റിമീറ്റർ, ബേസ് ഈസ് 20 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്. നമുക്ക് ലംബം കാണാൻ. ലംബമല്ലേ കാണേണ്ട? സൂത്രവാക്യം എന്താ? റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. വില കൊടുക്കുക. റൂട്ട് ഓഫ് കർണം എത്ര? 25 സ്ക്വയർ മൈനസ് പാദമോ 20 സ്ക്വയർ. 25 സ്ക്വയർ 25 × 25 625 മൈനസ് 20 സ്ക്വയർ 20 × 20 400. റൂട്ട് ഓഫ് 625 400 കുറച്ചാൽ 225 എന്ന് വരും. 225 റൂട്ടോ 15 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 20 സെൻറ്റിമീറ്റർ, ലംബം 12 സെൻറ്റിമീറ്റർ, പാദം എത്ര? In a right triangle, hypotenuse is 20 cm, altitude is 12 cm, find its base. നമുക്ക് എന്താ കാണേണ്ട? പാദം കാണണം അല്ലേ? എന്തൊക്കെ തന്നെ? കർണവും ലംബവും അറിയാം. പാദം കാണാൻ സൂത്രവാക്യം എഴുതുക. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. റൂട്ട് ഓഫ് കർണം എത്ര? 20 സ്ക്വയർ മൈനസ് ലംബമോ 12 സ്ക്വയർ. 20 സ്ക്വയർ 20 × 20 400 കുറയ്ക്കണം. 12 സ്ക്വയർ 12 × 12 144. റൂട്ട് ഓഫ് 400 144 കുറച്ചാൽ 256 വരും. 256 റൂട്ട് 16 സെൻറ്റിമീറ്റർ.